ചിന്തിക്കാൻ പോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നല്ല ശ്രദ്ധയോടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. നമ്മൾ ഇന്നലെ കണ്ടത് ഇങ്ങനെയാണ്, എങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന നമുക്കിത് പരിശുദ്ധാത്മാവ് നന്നായിട്ട് മനസ്സിലാക്കി തരട്ടെ. എന്തിനു വേണ്ടിയാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതിനുള്ള ഒന്നാമത്തെ ഒരു കാരണം വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 5, വെളിപാട് പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം, അതിൻ്റെ 12-13 വാക്യങ്ങൾ. എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം? ഒരു ദൈവവിശ്വാസി, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ, ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം? വെളിപാട് 5 അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യൻ. കൊല്ലപ്പെട്ട കുഞ്ഞാട് ആരാണ്? ഈശോയാണ്. ഈശോ സ്തുതിയും ബഹുമാനവും മഹത്വവും ആരാധനയും സ്വീകരിക്കാൻ യോഗ്യനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഏക സത്യ ദൈവമായ ഈശോയെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനാ സ്തുതിക്കുന്നത്? നിങ്ങൾ എന്തിനാ മഹത്വപ്പെടുത്തുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. വെളിപാട് 5, 12, 11, 12 വാക്യങ്ങൾ. ഈ കുഞ്ഞാട് ഈശോ, എൻ്റെ രക്ഷകനായ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എന്നെ സഹായിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ്, ആധിപത്യവും അധികാരമുള്ള എൻ്റെ കർത്താവ്, സ്തുതിക്കാൻ, സ്തുതി സ്വീകരിക്കാൻ, ബഹുമാനം സ്വീകരിക്കാൻ, ആരാധന സ്വീകരിക്കാൻ എൻ്റെ ഈശോ യോഗ്യനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം പിടികിട്ടിയോ? എന്തിനാണ് ഈശോയെ മഹത്വപ്പെടുത്തുന്നത്? എൻ്റെ ഈശോ ഈ മഹത്വം സ്വീകരിക്കാൻ, എൻ്റെ ആരാധന സ്വീകരിക്കാൻ, എൻ്റെ സ്തുതിപ്പുകൾ സ്വീകരിക്കാൻ എൻ്റെ കർത്താവ് യോഗ്യനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളിങ്ങനെ ചിന്തിക്കും, ഈശോയെ എന്തിനാണ് ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പന്തലിലോ ഒക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ഉറക്കെ സ്തുതിക്കുന്നത്? കർത്താവിന് ഈ സ്തുതി കൊണ്ട് എന്താ കാര്യം? ദൈവം പരിശുദ്ധനാണ് നമുക്കറിയാം, പക്ഷെ നമ്മളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എന്താ കാര്യം? വചനം പറയാണ്, ദൈവത്തെ സ്തുതിക്കണം, ദൈവം അതിന് യോഗ്യനാണ്. നമ്മൾ ചിന്തിക്കും, ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എനിക്കെന്താണ് കാര്യം? നിങ്ങൾക്ക് എന്താ കാര്യം? ലാഭമില്ലാത്ത പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കാറില്ലല്ലോ. പറഞ്ഞ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് വല്ല കാര്യമുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ശ്രദ്ധിച്ചിരിക്കുക, ഈശോയെ മഹത്വപ്പെടുത്തുന്നു, കാരണം ഈശോ മഹത്വം സ്വീകരിക്കാൻ യോഗ്യനാണ്. ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുകൊണ്ട് എനിക്കെന്നാ സംഭവിക്കണേ? നമ്മളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെ ദൈവം മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നവനെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു, കരങ്ങൾ ഉയർത്തുന്നവനെ കൈവിടാതെ കർത്താവ് കൂടെ നിൽക്കുന്നു. ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല പ്രാർത്ഥന രീതിയാണ്, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ വീട്ടിലൊന്നും ചെന്ന് ഇത് ചെയ്യലായിരിക്കും. നിങ്ങളിങ്ങനെ ഒരു കൺവെൻഷൻ കൂടുന്ന സമയത്ത് ഈ കൂട്ടായ്മയിലൊക്കെ നിൽക്കുമ്പോഴത്തേനും നന്നായിട്ട് സ്തുതിച്ചോളുക. നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് മുകളിൽ കർത്താവ് വലിയ അത്ഭുതമായിട്ട് ഇടപെടാൻ പോകുന്നത് സ്തുതിക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ 2022 എൻ്റെ ഓർമ്മ, നമ്മുടെ നായ്ക്കുമ്പറമ്പിലച്ഛനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത്. ഞാൻ പുറത്തേതോ ഒരു രാജ്യത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്താണ്. ഞാൻ സ്ഥലം കൃത്യമായിട്ട് ഓർക്കണില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ ഞാൻ പനക്കലച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരു ബ്ലെസ്സിങ് മേടിച്ചു, കുമ്പസാരിച്ചു. അതിനുശേഷം നായ്ക്കുമ്പറമ്പിലച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അച്ഛനോട് ഇങ്ങനെ ഒരു കുറച്ച് നേരം സംസാരിക്കാൻ, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനൊക്കെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പം അച്ഛനിങ്ങനെ ഒരു പ്രൈവറ്റായ ഒരു സംഭാഷണത്തിനിടയിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ജിൻസച്ചാ അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, മാത്യുച്ചാ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര നേരം പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ നോക്കുന്നില്ല അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആരാധനയ്ക്കൊക്കെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛോ ഇരിക്കുമോ, ആരാധനയ്ക്ക് ഇരിക്കും. പ്രശ്നങ്ങളൊക്കെ വല്ലതും ഉണ്ടോ അച്ഛനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ എന്നാ ചെയ്യും? ചോദ്യം ചെയ്യുന്നത് ഒരു സാധാരണക്കാരനല്ല, മാത്യു നായ്ക്കുമ്പറമ്പിലച്ഛനാണ്. എന്നാ ഉത്തരം പറഞ്ഞു കൊടുക്കും. പ്രശ്നം വരുമ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. എത്രയോ ജനങ്ങളുടെ, എത്രയോ ദൈവമക്കളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് സൊല്യൂഷനായിട്ട് കൊടുത്ത ഒരു വചനപ്രഘോഷനാണ്. ആ വചനപ്രഘോഷന് മുമ്പിൽ ഞാൻ ഈ കുഞ്ഞ് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? അച്ഛൻ ചോദിക്കുകയാണ്, ജിൻസച്ചന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ജിൻസച്ചൻ എന്നാ ചെയ്യും? എൻ്റെ വായിൽ വന്ന ഒരു ഉത്തരം ഇതാണ്, അച്ഛോ ഞാൻ യൂഷ്വലി ആരാധനയ്ക്ക് ഇരിക്കും. അച്ഛനിപ്പോൾ പറഞ്ഞ പോലെ മാത്യുച്ചൻ വിട്ടില്ല, എന്തോ എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുക. അച്ഛൻ അടുത്ത ചോദ്യം ചോദിച്ചു, വലിയ പ്രശ്നങ്ങൾ വന്നാൽ മോൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. വലിയ പ്രശ്നങ്ങൾ വന്നാൽ എന്നാ ചെയ്യും? ആരാധനയ്ക്ക് ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ
ഇരിക്കണ്ടേ? ഇരിക്കും. അച്ഛനോട് പറഞ്ഞു, മോനെ, പള്ളി കയറാൻ പറ്റാത്ത രീതിയിൽ, ആരാധനയ്ക്ക് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ, വചനം തുറക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളുള്ള മനുഷ്യരെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇല്ല, അത്ര വലിയ പ്രശ്നങ്ങളുള്ളവരെ കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞു, എത്രയോ വർഷമായിട്ട് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, എത്രയോ വർഷമായിട്ട് മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുക. സത്യമായിട്ടും മോനെ, പള്ളിയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ, ബൈബിളൊന്ന് തുറക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു കുഞ്ഞു പ്രാർത്ഥന പോലും ചെല്ലാൻ പറ്റാത്ത രീതിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനോട് പറഞ്ഞു, മോന് ഈ വൈദിക ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, ചെറുതായാലും വലുതായാലും, മോനൊറ്റ പ്രാർത്ഥന മറക്കാതിരുന്നാൽ മതി. എന്ത് വന്നാലും കർത്താവിനെ സ്തുതിച്ചോണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് വന്നാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ബൈബിളൊന്നും എടുത്ത് വായിക്കാൻ പോലും തോന്നുകയില്ലാത്ത പോലത്തെ സങ്കടം വരും. ബൈബിൾ എടുത്ത് വായിക്കുമ്പോഴത്തേനും ആണ്ടെ അവൻ പോയി തൂങ്ങിച്ചെത്തു എന്നൊക്കെയുള്ള വചനമൊക്കെ ആയിരിക്കും നമ്മൾ കാണും. അപ്പം ഒന്നുകൂടെ മരിക്കാൻ തോന്നും. ചിലപ്പോൾ ഒരു ജപമാല കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ സങ്കടങ്ങൾ ചിലപ്പോൾ നമുക്ക് വരും, പരീക്ഷണങ്ങൾ വരും. ഒന്ന് പള്ളി പോകാൻ പോലും പറ്റാത്ത രീതി. ചിലപ്പോൾ പള്ളിയിൽ വെച്ചായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വഴക്ക് നടന്നിട്ടുള്ളത്. എന്നാ ചെയ്യും? വീട്ടിൽ സമാധാനം, അയൽപ്പക്കത്തെ സമാധാനം, പള്ളി വരുമ്പോഴത്തേന് ഇടി. എന്നാ ചെയ്യും? പള്ളി പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അച്ഛൻ പറഞ്ഞതാണ്, എന്ത് പ്രാർത്ഥന ചെല്ലാൻ പറ്റാത്തൊരു സമയത്തും ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ചോണ്ടിരിക്കുക. കർത്താവ് ഇടപെടും. എന്നിട്ട് അച്ഛനൊരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരു വലിയ പാറക്കല്ല് പോലെയാണ്, വലിയ പാറക്കല്ല് പോലെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നം മാറിക്കിട്ടാൻ, ഒരു ഉദാഹരണത്തിന് ഒരു കടമാവട്ടെ, ഒരു രോഗമാവട്ടെ, ഈ കടവും രോഗവും മാറിക്കിട്ടാൻ വേണ്ടി ഈ വലിയ പാറക്കല്ല് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കടന്ന് ഇത് തള്ളി മറിക്കാൻ നോക്കും, ഇത് ഉന്തി മാറ്റാൻ നോക്കും. നമ്മുടെ പ്രാർത്ഥനകൾ വഴി ഇതിങ്ങനെ മാറിക്കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിക്കും. രാവും പകലും ഒക്കെ നമ്മളിങ്ങനെ ഇത് ഉന്തി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ പറഞ്ഞു, നമ്മൾ മടുത്തു പോകും. ഒത്തിരി പ്രാർത്ഥിച്ച് നമ്മൾ ചിലപ്പോൾ മടുത്തു പോകും. മടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന സഹായം ചോദിക്കും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അത്യാവശ്യം പറഞ്ഞെങ്ങനെയാണ്, മറ്റൊരാളെ നമ്മൾ പ്രാർത്ഥന ഏൽപ്പിച്ചാൽ അതൊരു വലിയ ചുറ്റിക പോലെയാണ്, വലിയൊരു കൂടം പോലെയാണ്. അവര് ഈ പ്രാർത്ഥന വെച്ച് ഈ കല്ലിനെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എന്നിട്ടും പൊട്ടാത്ത ചില കല്ലുകൾ, എന്നിട്ടും പൊട്ടാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്യുച്ചൻ പറഞ്ഞെങ്ങനെയാണ്, നീ ഉന്തി മടുക്കും. ആരെങ്കിലുമൊക്കെ തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അവരെ കൊണ്ട് അത് പറ്റിയെന്ന് വരില്ല. നീ പ്രാർത്ഥിച്ചിട്ടോ മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടോ ഉത്തരം കിട്ടാത്തൊരു സമയത്തും നീ ചെയ്യേണ്ട ഒരു കാര്യം, താഴെ നിന്ന് സ്തുതികൾ ഉയർത്തുക, മുകളിൽ നിന്ന് കൃപയിറങ്ങി ഈ പാറക്കല്ലിനെ അലിയിച്ച് കളയും. ശ്രദ്ധിച്ച് കേൾക്കണം. അവരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, പോരാ, മാറാത്ത ചില പ്രശ്നങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനകൾ വരുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് നീ ചെയ്യേണ്ടത് താഴെ നിന്ന് സ്തുതികൾ ഉയർത്തുക, മുകളിൽ നിന്ന് കൃപയിറങ്ങി ഈ പ്രശ്നത്തെ അലിയിച്ച് കളയും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന്? എന്നാ സംഭവിച്ചാലും, എത്ര വലിയ പടുകുഴിയിൽപ്പെട്ടാലും, ഒരു പ്രാർത്ഥനയും ചെല്ലാൻ പറ്റാത്തൊരു സമയത്തും ദൈവമക്കളുടെ അധരങ്ങളിൽ ദൈവസ്തുതി ഉണ്ടായിരിക്കണം. ദാവീദ് 34 സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, ഞാൻ എന്നും എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 28:18 വചനം ഇങ്ങനെയാണ്. ഈശോ തന്നെ പറയുന്ന ഒരു കാര്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്കാണ്? ഈശോയ്ക്കാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്ക്? ഈശോയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈശോയെ എന്തിനും മഹത്വപ്പെടുത്തണം? പ്രത്യേകിച്ച് നമ്മുടെ വേദനയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ എന്തിന് ഈശോയെ മഹത്വപ്പെടുത്തുന്നു ചോദിച്ചാൽ, നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഈശോയ്ക്കാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ മേലുള്ള അധികാരം ആർക്കാണ്? നിങ്ങൾ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആണോ? സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ഈശോയ്ക്കാണെങ്കിൽ, ഈ ഭൂമിയിലായിരിക്കുന്ന എൻ്റെ മേൽ അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. ഇപ്പം എനിക്ക് ഒരു വലിയ രോഗമാണ്, ഈ രോഗത്തിൻ്റെ മേലും അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിൻ്റെ മേലും അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഒരു അമ്മ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചേ, അമ്മ ഇങ്ങനെ ചിന്തിച്ചേ, അപ്പച്ചൻ ഇങ്ങനെ ചിന്തിച്ചേ, ഈ മകൻ ഈ മകൾ എൻ്റെതാണ്, പക്ഷേ ഈ മകൻ്റെ മേൽ, ഈ മകളുടെ മേൽ അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, സർവത്തിൻ്റെ മേൽ അധികാരി ഈശോ ആയതുകൊണ്ട് ആ ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തും.
ആ അധികാരിയെ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈശോയെ മഹത്വപ്പെടുത്തുന്നത്, അയാളുടെ മേൽ, ആ പ്രശ്നത്തിൻ്റെ മേൽ, ആ സങ്കടത്തിൻ്റെ മേൽ, ആ ആവശ്യത്തിൻ്റെ മേലും കർത്താവ് അധികാരം ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എന്തോരം പ്രശ്നങ്ങൾ, എന്തോരം സങ്കടങ്ങൾ വരും. ഈശോയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ ആരാധനയ്ക്കങ്ങ് ഇരുന്നേ, കർത്താവ് പെട്ടെന്ന് ഇടപെടുന്നത് നിങ്ങൾ കാണും. എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഈശോയുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കർത്താവ് അതിശക്തമായിട്ട് ഇടപെടുന്ന എത്രയോ അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈശോയുടെ മുമ്പിൽ പോയി ഇരുന്നൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുക. കർത്താവ്, ഈ പ്രശ്നത്തിന് മേൽ അധികാരമുള്ള കർത്താവ് ഇടപെടും. ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്ന പോലെ ജോബിനോട് ജോബിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഇത്രയും സങ്കടം ഉണ്ടായില്ലേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, ദൈവത്തെ തള്ളിപ്പറയും. ജോബിന്റെ പുസ്തകത്തിൽ 1ഉം 2ഉം അധ്യായങ്ങളിൽ 2 തവണയായിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്നിട്ടും ജോബ് തൻ്റെ നാവ് കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, അവൻ പാപം ചെയ്തില്ല. നമ്മുടെ കുഞ്ഞു ജീവിതം ഇഷ്ടംപോലെ സങ്കടങ്ങൾ, ഇഷ്ടംപോലെ വേദനകൾ നമ്മുടെ മുമ്പിലുണ്ടാവും. ഈശോ തള്ളിപ്പറയാൻ വേണ്ടി 1000 കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നവർ പോലും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം, ഇതെന്തിനാ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നത്, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്, ഈ അധികാരമുള്ള കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ലേ എന്ന് ഓർത്ത് നമ്മൾ കളിയാക്കി ചിലപ്പോൾ ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉത്തരവും കിട്ടാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഈശോയ്ക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൈ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സമയങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് ഈ അധികാരം മുഴുവൻ വിട്ടുകൊടുക്കുക. ഈ വീട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമാണെങ്കിൽ ആ വീടിൻ്റെ അധികാരം ഈശോയ്ക്ക് കൊടുക്കുക. ഈ മകൻ, ഈ മകൾ, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടമാണെങ്കിൽ ആ വ്യക്തിയുടെ അധികാരം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. കർത്താവ് ഇടപെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വരുമ്പോൾ, അങ്ങനെ മനസ്സിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം വന്നാൽ പിന്നെ എന്ത് പ്രതിസന്ധി, എന്ത് വേദന വന്നാലും അധികാരമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് തലയുയർത്തി പിടിച്ച് ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ പ്രശ്നത്തെ വീണ്ടും അഭിമുഖീകരിക്കാൻ, ഇതിനെ തരണം ചെയ്യാൻ കർത്താവ് തന്നെ നിങ്ങൾക്ക് വലിയൊരു ശക്തി തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കുഞ്ഞു വിശുദ്ധരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മരിയ ഗോരേത്തി, നമ്മുടെ കുഞ്ഞു വിശുദ്ധൻ, ഈ അടുത്തിടയ്ക്ക് വിശുദ്ധരായവരെയൊക്കെ പറ. കാർലോ കിറ്റിസ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം, ഈ കുഞ്ഞു വിശുദ്ധരെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ആദ്യം പരിചയപ്പെട്ട വിശുദ്ധരിലൊന്ന് ഒരാൾ വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ്. അപ്പോൾ എനിക്ക് സാക്ഷിയൊക്കെ പറഞ്ഞ എൻ്റെ കിലിങ്കത്തെ കുഞ്ഞു സാക്ഷികളൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര പല്ലുവേദന വന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ഡൊമിനിക് സാവിയോടാണ് മധ്യസ്ഥം വഹിച്ചത്. എന്നിട്ട് എൻ്റെ പല്ലുവേദന പോയെന്നൊക്കെയാണ് അമ്മ പറയണത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുഞ്ഞായിരുന്നു, പല്ല് പറഞ്ഞു പോയതൊന്നും അറിയത്തില്ല. കുഞ്ഞു കാര്യങ്ങളാണ്. ഡൊമിനിക് സാവിയോനെ ഭയങ്കര ഇഷ്ടം. ഈ അടുത്ത കാലങ്ങളിൽ എനിക്ക് ഞങ്ങളുടെ വായിച്ച് പരിചയപ്പെട്ട് എനിക്ക് ഒത്തിരി അധികം ഇഷ്ടം തോന്നിയ ഒരു വിശുദ്ധമാണ് വിശുദ്ധ ജോസ് സാഞ്ചസ് ദെൽ റിയോ. പേര് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. മെക്സിക്കോയിലെ ഒരു കുഞ്ഞു വിശുദ്ധനാണ്. ഇപ്പം മെക്സിക്കോയിലെ ഒരു കാലഘട്ടത്തിൽ 1920കളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അന്നത്തെ ഒരു മതപീഡനത്തിൻ്റെ കാലം, പട്ടാളക്കാരുടെ ഒരു കിരാതഭരണം, ക്രിസ്തുമതത്തിൽ ജീവിക്കുന്ന ആ വിശ്വാസത്തെ ഏറ്റുപറയുന്ന കുടുംബങ്ങളെയൊക്കെ, വ്യക്തികളെയൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു വലിയ സങ്കടത്തിൻ്റെ കാലമായിരുന്നു. ഈ കൊച്ചു പയ്യൻ, ഇവനെ പിടിച്ചുവര് അവൻ്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം വധിക്കുന്നു. അവൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെയൊക്കെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളയുന്നു. ഈ ജോസ് സാഞ്ചസിനോട്, ഈ കൊച്ചു പയ്യനോട് ഈ പട്ടാളക്കാർ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തു ഇല്ല എന്ന് പറഞ്ഞേക്കുക, ക്രിസ്തു അവസാനിച്ചു എന്ന് പറഞ്ഞേക്കുക. അവരുടെ ലാംഗ്വേജിൽ ക്രിസ്തു അവസാനിച്ചു എന്ന് പറഞ്ഞേക്കുക. ഇത് പറഞ്ഞാൽ രക്ഷപ്പെടാം. നമ്മൾ രക്തസാക്ഷികളുടെ ജീവചരിത്രങ്ങളൊക്കെ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇങ്ങനെ റിലേറ്റഡ് ആയ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ കൊച്ചു പയ്യൻ, ഈ 14-15 വയസ്സുള്ള ഈ ജോസ് സാഞ്ചസ്, അവൻ്റെ മുമ്പിൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും മരിച്ചു വീഴുമ്പോഴും അവൻ്റെ സൗഹൃദങ്ങളൊക്കെ അവൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ പൊട്ടിക്കരിഞ്ഞ് മരിക്കുമ്പോഴും എല്ലാം ഇവൻ പിടിച്ചു നിൽക്കുകയാണ്. ഈശോയെ തള്ളി പറയില്ലാൻ തീരുമാനിക്കുകയാണ്. അവൻ്റെ മുമ്പിലുള്ള ഒറ്റ ബോധം ഇതായിരുന്നു, രാജാവ് ഈശോയാണ്. നമ്മൾ ഈ പിന്നെ മിഷൻ ലീഗിൽ ഒക്കെ നിങ്ങൾ അയക്കുന്നവർ, അതിലുണ്ടായിരുന്നവരൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ ക്രിസ്തുരാജൻ വിജയിക്കട്ടെ, ജയ് ജയ് ക്രിസ്തുരാജൻ എന്നൊക്കെ പാടി പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ടൗണുകളിലൂടെയൊക്കെ നമ്മുടെ കവലകളിലൂടെയൊക്കെ നടക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു മഞ്ഞക്കൊടി വെള്ളക്കൊടിയൊക്കെ പിടിച്ച് ജയ് ജയ് ക്രിസ്തുരാജൻ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ആ വലിയ മുദ്രാവാക്യത്തിന് നമ്മൾ ഈ ജോസ് സാഞ്ചസിനോട് പ്രത്യേകിച്ച് കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹമാണ് അറിയപ്പെടുന്ന കുറേ പേര് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കൊച്ചുപയ്യനാണ് അവൻ്റെ ഏറ്റവും വലിയ പീഡനത്തിൻ്റെ സമയത്ത് ഈ ജയ് ജയ് ക്രിസ്തുരാജൻ, ക്രിസ്തുരാജൻ വിജയിക്കട്ടെ പാടി പ്രാർത്ഥിച്ചത്. അപ്പം അവൻ്റെ മുമ്പിൽ ഈ വലിയ പ്രതിസന്ധി വന്നു നിൽക്കുകയാണ്, മരണം കൺമുമ്പിൽ വന്നു നിൽക്കുകയാണ്. ഇവനെ പീഡിപ്പിച്ച് ഈ കൊച്ചു പയ്യൻ്റെ ആത്മധൈര്യം കണ്ടിട്ട് ഓരോ വേദനകൾ കൊടുക്കും തോറും പട്ടാളക്കാർക്ക് വീണ്ടും വീണ്ടും ഒരു രോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ തള്ളി പറയുന്നില്ല. അവൻ്റെ കൺമുമ്പിൽ വെച്ച് എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവൻ തള്ളി പറയുന്നില്ല. ഇവനെ അവർ ക്രൂരമായ പീഡനങ്ങൾക്കിടയാക്കി. ഇതിനെക്കുറിച്ച് ഒരു വായന ഞാനിങ്ങനെ വായിച്ചതാണ്. അവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി അവർ നമ്മൾ ഈ വീട്ടിലൊക്കെ കുഞ്ഞു ഗാർഡനിൽ ഈ മുപ്പല്ലി എന്നൊക്കെയാണോ ഇവിടെ പറയുന്നത്, കർത്താവേ,
ഈ കുഞ്ഞ് JCB ഈ മണ്ണ് മാന്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ കൈവച്ച്, അങ്ങനത്തെ ഒരു മുപ്പല്ലി എടുത്ത് ഈ കൊച്ചു പയ്യൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി അവർ വലിച്ചു പറിച്ചു കളഞ്ഞു. തള്ളിപ്പറയാൻ പറഞ്ഞു. തള്ളിപ്പറയുന്ന വെച്ചാൽ ക്രിസ്തു ഇല്ല, ക്രിസ്തു തോറ്റു, ക്രിസ്തു മരിച്ചു, ഇങ്ങനെ തള്ളി പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. ഇവൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ പറയാണ്, നിങ്ങൾക്കല്ല അധികാരം, ഈശോയ്ക്കാണ്. ഈ വേദനകൾക്കല്ല അധികാരം, ഈശോയ്ക്കാണ്. കൊച്ചു പയ്യനാണ് നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കണം. ഈ കാല് പറിച്ചെടുത്തിട്ട് അവനോട് നടക്കാൻ പറഞ്ഞു. എങ്ങോട്ടെന്നറിയോ? അവനെ കൊല്ലാൻ അല്ലെങ്കിൽ അവനെ അടക്കാൻ പോണ, അവനെ തീർക്കാൻ പോണ ഈ സെമിത്തേരിയിലേക്ക് നടക്കാൻ പറഞ്ഞു. ഇവൻ നടന്നു, കാലിങ്ങനെ പൊന്തിച്ചു വെച്ചുകൊണ്ട് ഉപ്പുറ്റി നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയിൽ അവൻ നടന്നു. അവൻ തള്ളി പറഞ്ഞില്ല. ഈ പട്ടാളക്കാർ അടുത്തൊരു ക്രൂരമായ പീഡനം കൊടുത്ത് എന്നറിയോ? ഇവൻ പോകുന്ന വഴി, ഈ സെമിത്തേരിയിലേക്ക് ഇവനെ തോക്ക് ചൂണ്ടി നടത്തിക്കൊണ്ട് പോവാണ്. ഇവൻ്റെ നടക്കുന്ന വഴിയിൽ അവർ കല്ലുപ്പിട്ടു. ചിന്തിക്കാൻ എന്നാ സംഭവിക്കാൻ പോണേ. എന്നിട്ട് അവനെ കൊണ്ട് കാല് കുത്തിച്ചു. ഇവന് ഈ തള്ളവിരലയിൽ ഇങ്ങനെ ഏന്തി നടക്കുന്നത് കണ്ടിട്ടാണ് ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ഉപ്പുകല്ലിടുക. അവനോട് പറഞ്ഞു, ചവിട്ടി നടക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ തള്ളി പറയാൻ പറഞ്ഞു. ഈ കൊച്ചു പയ്യൻ, നമ്മൾ ചിലപ്പോൾ തുമ്മലും ജലദോഷവും നടുവേനയൊക്കെ വരുമ്പോൾ, കർത്താവെ എന്നെ പണി കാണിച്ച കർത്താവെ നീ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഈ ചെറുക്കനെയൊക്കെ കണ്ട് കാലേ മുത്തണം. ജോസാഞ്ചസ് ഈ ഉപ്പുകല്ലെ കൂടെ നടന്നു. തീ പൊള്ളുന്ന വേദനയിൽ, സകല നാഡീഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന വേദനയിൽ ഇവൻ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തുറായി, ക്രിസ്തുരാജൻ വിജയിക്കട്ടെ, ക്രിസ്തുരാജൻ വിജയിക്കട്ടെ. ലെറ്റ് ക്രൈസ്റ്റ് ദ കിങ് ബി ഗ്ലോറിയസ് ആൻഡ് വിക്ടോറിയസ്. കർത്താവ്, രാജാവ് വിജയിക്കട്ടെ. ഈ ഉപ്പുകല്ലിനല്ല, ഈ വേദനയ്ക്കല്ല, ഈ തോക്ക് ചൂണ്ടിരിക്കുന്ന പട്ടാളക്കാർക്കല്ല, എൻ്റെ കൺമുമ്പിൽ വരാൻ പോകുന്ന മരണത്തിനല്ല അധികാരം രാജാവിനാണ്, ക്രിസ്തുവിനാണ്. ക്രിസ്തുരാജൻ വിജയിക്കട്ടെ. വിവാ ക്രിസ്തുറൈ. പറഞ്ഞേ ഹല്ലേലൂയാ. ക്രൂര പീഡനങ്ങൾക്ക് മുമ്പിൽ എത്രയോ വിശുദ്ധര്, എത്രയോ രക്തസാക്ഷികൾ നമ്മൾ വായിച്ചിട്ടില്ലേ? ഫ്രാൻസ് മാർപ്പാപ്പയാണ് ഈ കൊച്ചുപയ്യനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ബെനഡിക്റ്റ് പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കൊച്ചു വിശുദ്ധനാണ്. ഈശോ തള്ളി പറഞ്ഞില്ല. സങ്കടത്തിൻ്റെ മുമ്പിൽ അവൻ ഈശോ ഇട്ടേച്ച് പോയില്ല. അവൻ പറഞ്ഞു, ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ മാത്രം വിജയിക്കും, ഈശോയ്ക്ക് മാത്രമാണ് അധികാരം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ നമ്മൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുന്നത്, ആമേൻ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്, എൻ്റെ കർത്താവിനാണ് അധികാരം. വേദനിപ്പിച്ചവർക്ക്, സങ്കടപ്പെടുത്തിയവർക്കല്ല. ഞാൻ കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ, പേഴ്സണലി കാണുന്ന എല്ലാ മക്കളോടും അവർക്ക് എന്നാ സങ്കടമൊന്നും കേട്ടിരിക്കാനുള്ള അത്ര സമയമോ അത്രയും മനക്കെട്ടിയൊന്നും എനിക്ക് എപ്പോഴും ഇല്ല. പക്ഷെ ഞാൻ ആരെ കണ്ടാലും എൻ്റെ മുമ്പിൽ എന്നോട് സംസാരിക്കാൻ വരുന്ന യുവജനങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഈ മുറിവിലേക്ക് നോക്കരുത്, മുറിവേൽപ്പിച്ചവരിലേക്ക് നോക്കരുത്, മുറിവേറ്റവരിലേക്ക് നോക്കുക. ഇതിപ്പോൾ ഇച്ചിരി വലുതായവരത് കേട്ടു. മുറിവിലേക്ക് നോക്കരുത്, മുറിവേൽപ്പിച്ചവരിലേക്ക് നോക്കരുത്, മുറിവേറ്റവരിലേക്ക് നോക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ദാനിയേലിനെയും ജോസഫിനെയും പത്രോസിനെയും ഒക്കെ കണ്ട പോലെ ഈ കുഴിയിലേക്കോ ഈ വെള്ളത്തിലേക്കോ അതിനകത്തേക്ക് പിടിച്ചിട്ടവരിലേക്കോ ഈ മുറിവിലേക്കും നോക്കല്, മുറിവേൽപ്പിച്ചവരിലേക്ക് നോക്കരുത്. ഇതിന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്ന അധികാരമുള്ള കർത്താവിനെ മാത്രം നോക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജോസാഞ്ചസ് ഡെൽ റിയോ, ഈ കൊച്ചു വിശുദ്ധനെയൊക്കെ ഏറ്റവും ശക്തിപ്പെടുത്തിയതാണ്, ഈ വേദന വന്നാലും ഇതിൻ്റെ മുകളിൽ, ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന, എൻ്റെ ഈ വേദനയെ കണ്ടുകൊണ്ട് ഇതിനൊരു ഉത്തരം തരാൻ പറ്റുന്ന ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോയ്ക്കാണ് അധികാരം. സങ്കീർത്തനം 10:14 അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടെ. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഈശോ ഇതെല്ലാം ഏറ്റെടുക്കും. ഈശോ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ചോദിക്കണം, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന വേദനയും സങ്കടവും, ഞാൻ അനുഭവിക്കുന്ന ഓരോ ഇരുട്ടും നീ കാണുന്നുണ്ടോ? ഈശോയ്ക്ക് നമ്മളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാണ്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിങ്ങനെ ഒന്ന് സങ്കടപ്പെട്ട് പോയിരിക്കുമ്പോൾ ഒരച്ഛനോ ഒരു സിസ്റ്ററോ പോട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കൂട്ടുകാരോ ഒന്നും കേട്ടിരിക്കാൻ സമയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. സമയമില്ല, അവർക്കത് ചിലപ്പോൾ മനസ്സിലാവുമില്ല. നിങ്ങൾ പോയി ഇരിക്കേണ്ടതും ഇനി കരച്ചിൽ വന്നാലും കരയേണ്ടതും ഈശോയുടെ മുമ്പിൽ മാത്രമാണ്. കാരണം ഈശോ കാണുക മാത്രമല്ല, ഈശോ ഇത് ഏറ്റെടുക്കും. ഈശോ കാണുക മാത്രമല്ല, ഈശോ ഇത് ഏറ്റെടുക്കും. നിങ്ങൾ അച്ഛനോടൊരു സങ്കടം പറഞ്ഞാൽ അച്ഛനത് കേൾക്കാം, മാക്സിമം മനസ്സിലാക്കാം, കുറച്ചുകൂടെ കടന്ന് സാരമില്ലെന്ന് പറയാം. ഇനി ഏറ്റവും നന്നായിട്ടൊരു പുരോഗതി ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പോകുന്നത് ആരാണ്? മനസ്സിലാക്കുന്നവരുണ്ടാകാം, കേട്ടിരിക്കുന്നവരുണ്ടാകാം, സാരമില്ലെന്ന് പറയുന്നവരുണ്ടാകാം, നിങ്ങളെ അനുഗ്രഹിക്കുന്നവരുണ്ടാകാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ തരാൻ ആർക്കേ പറ്റുള്ളൂ?
പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ സമയം കളയാതെ എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒക്കെ കേട്ടിരുന്നെങ്കിൽ, എൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഇരുന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്ത് വെറുതെ സമയം കളയാതെ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കുക. കർത്താവിനോട് പറയുക, ഈശോയെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതൊന്ന് കാണണേന്നല്ല, ഈശോ അത് കണ്ടു കഴിഞ്ഞു. ഈശോ കണ്ടാൽ അതിന് ഉത്തരം ഉണ്ട്. വലതുരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചൊരു കുഞ്ഞു വിഷയമാണ് ഈ ഈശോയുടെ നോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈശോ കാണുന്നത് മനുഷ്യർ കാണുന്നത് പോലെയല്ല, അവൻ അനുകമ്പയോടെ അവരെ നോക്കി നമ്മൾ വചനത്തിൽ വായിക്കും. അനുകമ്പയോടെ നോക്കി, വല്ലാത്തൊരു സ്നേഹത്തോടെ, വല്ലാത്തൊരു കരുണയോടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഈശോ നമ്മളെ നോക്കുന്നത് അങ്ങനെയാണ്. അത്ര വലിയ അനുകമ്പയോടെ ഈശോ നമ്മളെ നോക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ഈശോ ഇങ്ങനെ വലിയൊരു അത്ഭുതം ചെയ്തിട്ട് വരുന്ന ഈ ശതാധിപന്റെ വൃത്തിനെയൊക്കെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ നായിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഈശോ വലിയൊരു അത്ഭുതം ചെയ്തു, ശതാധിപന്റെ വൃത്തിനെ സൗഖ്യപ്പെടുത്തി. ഒരു വലിയ ജനാവലി, ഒരു വലിയ ജനക്കൂട്ടം ഈശോയുടെ പുറകെ ഉണ്ട്. നായിൻ പട്ടണത്തിലെത്തുമ്പോൾ ആ പട്ടണത്തിലൊരു ജനക്കൂട്ടമുണ്ട്. ഒരു പിന്നെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള ഈ ചേച്ചിയുടെ കൂടെയുള്ള ഒരു യാത്രയുണ്ട്. ആ മനുഷ്യർ വലിയൊരു ജനാവലി അന്ന് ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത് വായിച്ച പിടിയിട്ടും അവിടെ നിൽക്കുന്ന ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഈ കരയുന്ന ഈ ചേച്ചിയെ, ഈ മകളെ ഈശോ കണ്ടു. നമ്മളതുകൊണ്ട് ഈ ഒരു പാട്ടൊക്കെ പാടുന്നില്ലേ, എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരുവൻ. ബെത്സേദ കുളക്കരയിൽ രോഗിയെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുറ്റും നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഈശോ എന്നെ കാണുന്നുണ്ട്. നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കള്, ഇതൊന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്ക്. ഈ കൺവെൻഷൻ കൂടുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഈശോ നിന്നെ കാണുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഈശോ ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുക ചോയ എന്തോരം കോടാനുകൂടി മനുഷ്യർ, ആയിരക്കണക്കിന് സങ്കടങ്ങൾ അവർക്ക്, ഇതിനിടയിൽ വെച്ച് നീ എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശോ കൃത്യമായും നിന്നെ കാണുന്നുണ്ട്. നീ കടന്നു പോകുന്ന സങ്കടങ്ങളെ അറിയാം. അവനത് കണ്ടിട്ടുണ്ടെങ്കിൽ അവനതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുത്തത് നിന്റെ മേൽ, നിന്റെ സങ്കടത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവാണ്. ഭയപ്പെടേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഈശോ കാണുന്നുണ്ടെന്നും ഈശോ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഏറ്റെടുത്തത് അധികാരമുള്ള കർത്താവാണെന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ സങ്കടങ്ങളോട് ചേർന്ന് എൻ്റെ ഈശോ എന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അത് വിശ്വസിക്കാൻ തയ്യാറായാൽ തന്നെ നമുക്ക് ഈ ജീവിതത്തെ ഫൈറ്റ് ചെയ്ത് അഭിമുഖീകരിച്ച് ഈ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു മുറിവും ഏതൊരു സങ്കടവും നിങ്ങൾക്ക് മനുഷ്യരെ ഏൽപ്പിച്ചതാവട്ടെ, മനുഷ്യർ നിങ്ങളുടെ മേൽ ആരോപിച്ചതാവട്ടെ, നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്ന ചില കുറവുകളാവട്ടെ, ഇതിൽ നിന്നെല്ലാം സൗഖ്യം പ്രാപിക്കാൻ ഒറ്റ വഴിയാണ്, അധികാരമുള്ള ഈശോയിലേക്ക് നോക്കുക. ഈ കുറവുകളോട് കൂടെ നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കൈ പിടിക്കുക. പലതരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില താരതമ്യങ്ങൾക്കിരയായി, ചില ബ്രാൻഡിങ്ങൾക്കിരയായി. ആൾക്കാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെയല്ലേ, നീ ഇത്രയല്ലേ ഉള്ളൂ, നിന്റെ നിറം ഇങ്ങനെയല്ലേ, നിന്റെ കുടുംബം ഇങ്ങനെയല്ലേ, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ, ഇതൊക്കെ പറഞ്ഞ് ആളുകൾ ബ്രാൻഡ് ചെയ്ത് താരതമ്യം ചെയ്ത് നിങ്ങളെ കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടാകും. പക്ഷെ ഈ ആ കളിയാക്കുന്നവരുടെ മുമ്പിലും ആ മാറ്റി നിർത്തിയവരുടെ മുമ്പിലൊക്കെ നിന്നോണ്ട് പറയണം, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ എന്നെ ഈശോ സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ജോസഫൈൻ ബക്കീത്ത് അതാ പറഞ്ഞത്, ഈ 144 മുറിവുകളുണ്ട് എനിക്ക്. ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടു, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ വിൽക്കപ്പെട്ടു, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു, ഒരാൾ പോലും സഹായിക്കാനില്ലാതെ ഏറ്റവും ഒറ്റയ്ക്ക് ഈ കുഴിയിൽ ഞാൻ കിടന്ന് കരയാണ്. പക്ഷേ ഈ വേദനയിൽ, ഒറ്റപ്പെടലിൽ ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ എൻ്റെ ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ ഒറ്റയ്ക്കായി പോയവർ, പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പം നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഈശോ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ അവസ്ഥയിൽ ഈശോ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയോ വെച്ചോ ഈശോ ഒരു ഹീലിംഗ് തന്നു. ഈ കുറവുകളിലും സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടിയാൽ പിന്നെ ഇനി ആൾക്കാർ കളിയാക്കിയാലും, ആൾക്കാർ മാറ്റി നിർത്തിയാലും, പ്രിയപ്പെട്ടവർ ശപിച്ചാലും,
പ്രിയപ്പെട്ടവർ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും, നീ ഇവിടെ ഉള്ളതൊരു സങ്കടമാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ അപ്പോഴും നേരെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. കാരണം നിങ്ങൾ ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഈ വാക്കുകൾക്ക് മുകളിലും അധികാരമുള്ള കർത്താവാണ് എന്നെ ഭരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ വരുന്ന കടങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ടാവും. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം വൈകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും. ഈശോ, ഞാൻ നിന്റെ മുമ്പിലല്ലേ നിൽക്കണേ, ഞാൻ നിന്റെ മുമ്പിലല്ലേ വന്ന് മുട്ടുകുത്തിയേ, ഞാൻ നിന്നോടല്ലേ പ്രാർത്ഥിച്ചെന്നൊക്കെ നമ്മൾ 1000 ചോദ്യങ്ങൾ ചോദിക്കും. ഈ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല, ഈ വേദനകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഈ സങ്കടം മാറിയിട്ടില്ല. ഈ രാത്രിയിൽ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ കൺവെൻഷൻ പന്തലിലിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഒറ്റ കാര്യം തീരുമാനിക്കണം. ഈ സമയത്ത് ഈ സങ്കടത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈശോയെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ വേദനകളെ ഏറ്റെടുക്കുന്ന എൻ്റെ ഈശോയെ അവസാനം വരെ ഞാൻ സ്നേഹിക്കും. ജോസഫൈൻ ബക്കീത്ത പറഞ്ഞതുപോലെ, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഈശോയെ അവസാനം വരെ ഞാൻ സ്നേഹിക്കും. ഈശോയോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുക.